എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗ്രൂപ്പ് ക്രിയേഷൻസ് എന്ന ബാനറിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ജെറിയുടെ ആൺമക്കൾ എന്ന ഈ കൊച്ചു വലിയ മലയാള സിനിമ. ഇതിന്റെ ആദ്യത്തെ ഒരു പ്രത്യേകത ഷെജിമതോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ എന്ന രീതിയിൽ ഞാൻ പുതുമുഖാണ്, എൻ്റെ ഡെബ്യൂട്ടാണ് ഇത്. പക്ഷെ ഒരുപാട് ശ്രേഷ്ഠ കലാകാരന്മാർ, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാരെ കോർത്തിറക്കി, അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ മെമ്പേഴ്സിനെ കോർത്തിറക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ബേസിൽ ചെയ്ത സിനിമയാണ് ജെറിയുടെ ആൺമക്കൾ. ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രസ് മീറ്റിന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഞാൻ വന്ന് പങ്കെടുക്കാൻ മാത്രമല്ല, ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഇതിനെ അനുഗ്രഹമാക്കുന്ന ഷാജീസിനോട് ഞാൻ എൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ കാസ്റ്റ് മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഇതില് 3 സോങ്ങാണ് നമുക്കുള്ളത്. ഇതൊരു ടൈറ്റിൽ ഇംഗ്ലീഷ് സോങ്, പിന്നെ ഒരു മലയാളം സോങ്, പിന്നെ വേറൊരു മലയാളം ഒരു ഡ്രീം സീക്വൻസ് സോങ്. അങ്ങനെ 2 മലയാളം ഒരു ഇംഗ്ലീഷ് സോങ് ആണ് ഈ മൂവിയിലുള്ളത്. അത് 3ഉം ചെയ്തു തന്നത് റിച്ചൻ കോഴിക്കാട് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 17 വയസ്സ് മാത്രമേ പ്രായമായുള്ളൂ. അപ്പം ഞാൻ സംഗീതവും മേഖലയിലേക്ക് മാറിയിട്ടു. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട നായക കഥാപാത്രം വേഷം ചെയ്തിരിക്കുന്നത് ഡോക്ടർ സുരേഷാണ്. അദ്ദേഹം ആക്ടിങ്ങിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. എന്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഐശ്വര്യ നമ്പ്യാറാണ്. ക്ലാര എന്ന് പറഞ്ഞ വേഷം ചെയ്തിരിക്കുന്നത് ഡാൻസർ ഐശ്വര്യ നമ്പ്യാർ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഐശ്വര്യനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ സിനിമയിൽ അത് ഞാൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അജിത്തേട്ടനെ നിങ്ങൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ചെറിയ വേഷമാണെങ്കിൽ പോലും ത്രൂ ഔട്ട് മൂവിയിൽ അജിത്തേട്ടനുണ്ട്. അജിത്തേട്ടൻ തരുന്ന ഇമ്പാക്ട്, അജിത്തേട്ടന്റെ അനുഭവം, അല്ലെങ്കിൽ ആ സിനിമയിൽ അദ്ദേഹം വെച്ചിരിക്കുന്ന വേഷം, അത് കൊടുത്തിരിക്കുന്ന അതിന്റെ ആ ഒരു വെയിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്താണ്. അത് നിങ്ങൾ സിനിമയിൽ തിയേറ്ററിൽ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. ഈ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ, അതിന്റെ കഥ പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു വാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ കഥാപശ്ചാത്തലത്തെ ഒതുക്കാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ പറയുന്ന പ്രവാസിയുടെ കഥയായിട്ടാണ്, പക്ഷെ പ്രവാസിയല്ല, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ജെറി എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹം കുറച്ച് നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ വീട്ടിലേക്ക് തന്റെ ഭാര്യയും മക്കളെയും കാണാനായി വരികയും, എന്നാൽ ആ ഇടവേള അദ്ദേഹത്തിന് കൊടുത്ത, ആ ഇടവേള അദ്ദേഹത്തിന് സമ്മാനിച്ച ഒരു ദൈന്യത, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല്, അദ്ദേഹം ആ വീട്ടിൽ വരുമ്പോൾ ഒരു സ്ട്രേഞ്ചറായി മാറുന്ന, ഒരു ഗസ്റ്റായി മാറുന്ന ഒരു അവസ്ഥയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. നമ്മളിപ്പോ കുറച്ചു നാൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ വീട്ടുകാർ നമ്മളോട് ചോദിക്കാണ്, ചോദിക്കുന്ന ഒരവസ്ഥ, നീ ആരാണ്, നീ എവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ ഒരു എലമെന്റ് പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത്, നേരത്തെ പല ഇന്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രവാസി അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ജെറി, അദ്ദേഹം അത് ഈ ഒരു കണ്ടന്റ് പറഞ്ഞെങ്കിലേ ഉള്ളൂ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം വിദേശത്തായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന സമയത്ത്, നമുക്കറിയാം ഇപ്പം നമ്മളെല്ലാവരും ഷെയർ ചെയ്യുന്ന ഒരു പാറ്റേൺ ഓഫ് ലവ് ഷെയറിങ്, അത് നമ്മുടെ ഡിജിറ്റൽ ലവ് ആണ് അല്ലെ. നമ്മൾ വാട്സാപ്പിൽ 100 തവണ ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരുതരം ഡിജിറ്റൽ ലവ് ആണ്. ആ ഡിജിറ്റൽ ലവിനെ നമുക്ക് ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഡിജിറ്റൽ ലവ് കൊടുക്കുന്നതിനേക്കാളൊക്കെ വളരെ ഉപരിയാണ് നമ്മൾ നേരിട്ട് കണ്ട ഒരു ഫിസിക്കൽ ഹഗ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലൊരു ഡിജിറ്റൽ ലവ് ഷെയർ ചെയ്യുന്നത് ഈ ജെറി ഷെയർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്റെ മക്കളെ ഫോണിലൂടെ വിളിക്കുന്നുണ്ട്, വീഡിയോ കോളിലൂടെ വിളിക്കുന്നുണ്ട്. ആ വീഡിയോ കോളെല്ലാം വിളിച്ചതിന് ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിലെത്തുമ്പോ അദ്ദേഹത്തിനോട് ഇളയ കുട്ടി മൂത്ത കുട്ടിയോട് ചോദിക്കുകയാണ്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന
ആ ഫാദർ തന്നെയാണോ ഈ ഫാദർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത കുട്ടി ഇളയ കുട്ടിയോട് പറയാണ്, യെസ്, നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന അതേ ഫാദർ തന്നെയാണ് ഈ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഫാദർ. അവിടെയും ജെറിയുടെ പതനം തീരുന്നില്ല. അപ്പോൾ ആ ഇളയ കുട്ടി ജെറിക്ക് ഷെയ്ക്കാൻ കൊടുക്കണം. എന്താ ഷെയ്ക്കാൻ കൊടുക്കുന്നത്? ഹലോ പപ്പ. ഈ ഹലോ പപ്പ നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളൊരു പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ, വിദേശ രാജ്യങ്ങൾ നമ്മൾ ഒരു വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹലോ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ സ്വന്തം വീട്ടില് അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ആ ഇളയ കുട്ടി സ്വീകരിക്കുകയാണ്, ഹലോ പപ്പ എന്ന് പറഞ്ഞു. അവിടെ മുതൽ ജെറിയുടെ ട്രാവൽ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്വത്വം, ഞാൻ ആരാണ്, എന്താണ് ഞാൻ ചെയ്തത്, എന്താണ് എനിക്ക് പറ്റിയത്, ഞാൻ എങ്ങനെയാണ് ഈ സ്നേഹം തിരിച്ചറിയേണ്ടത് എന്ന് അദ്ദേഹം ഈ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് അതിന്റെ ഒടുവിൽ അദ്ദേഹം തിരിച്ചറിയാണ്, ഞാനാണ് തെറ്റ് അല്ലെങ്കിൽ നീയാണ് തെറ്റ് എന്ന് തിരിച്ചറിയും. സ്വന്തം സ്നേഹം ഞാൻ എൻ്റെ ലാപ്ടോപ്പിലോ എൻ്റെ ഫയലുകളിലോ എൻ്റെ ജോലി സ്ഥലത്തോ അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതിനൊക്കെ അപ്പുറത്ത് ഞാൻ എൻ്റെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ആ ഒരു കഥാബീജത്തെ ഞങ്ങൾ ഈ ജെറിയുടെ ആൺമക്കൾ എന്ന രൂപത്തിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇതാണ് ജെറിയുടെ ആൺമക്കളെ മൊത്തത്തിൽ പറഞ്ഞാലുള്ള ഒരു കഥയുടെ പാത്രം. ഓക്കെ, നമസ്കാരം. വളരെ സന്തോഷം എല്ലാവരും നമ്മളെ കേൾക്കാനോട് വന്നതാണ്. ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടറായ ജെറിയായി അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം. കാരണം ഒരു മോഹിപ്പിക്കുന്ന കഥാപാത്രം, ഒരുപക്ഷെ ഒരുപാട് സീനിയറായ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നടൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തോന്നുന്നത് ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായി ചെറിയ കുട്ടി, പക്ഷെ ചെറിയ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ പ്രായം 4 വയസ്സോ 5 വയസ്സോ ഉണ്ടെന്ന് വെച്ചോളൂ. ആദ്യമായിട്ടായിരിക്കും ഈ അപ്പനെ കാണുന്നത്. ചിലപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടാവും. പക്ഷെ വീഡിയോ കോളിൽ കാണുന്ന ആ സറിയലി അല്ല അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ ഒരു ക്യാരക്ടറിൽ നിന്ന് റിയലായ അപ്പനെ കാണുമ്പോൾ മോനെ സംശയം തോന്നുന്നു. ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് തന്നെയാണോ നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആള് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ പുള്ളിയുടെ തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ വന്നത് ഇടയ്ക്കെപ്പോഴും ക്ലാരയോട് ജെറി വളരെ ഇന്റൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാര നിനക്ക് എന്ത് പറ്റി, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഒരിക്കലും ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജെറി പോകുന്നത് ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷനായ സെന്റിമെന്റ്സിലൂടെയാണെങ്കിൽ ആ സിനിമയുടെ മൂഡ് അപ്പോഴത്തെ മൂഡ് സെന്റിമെന്റ്സും, ജെറി കടന്നു പോകുന്ന ഒരു ഫൺ മൂഡിലാണെങ്കിൽ അപ്പോ സിനിമയുടെ മൂഡ് ഫണ്ണും, തൊട്ടപ്പുറത്ത് പോകുന്ന ഒരു ഡ്രാമാറ്റിക്കൽ സിറ്റുവേഷൻ ആയ ഒരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ പോവാണെങ്കിൽ അപ്പോ ആ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമോഷണൽ ട്രാവലിംഗ് ആണ്. ഒരു 30 ദിവസത്തെ ലീവിന് വന്ന ജെറിയുടെ ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. കാരണം ഇമോഷൻ ബേസ്ഡ് സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. ഇപ്പൊ നോബിയുടെ ട്രാക്ക് ഫുൾ കോമഡിയാണ്. നോബി എന്ന് പറയുന്നത് ജെറിയുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ചോദിക്കും, വെറും ഫ്രണ്ടായിട്ട് മാത്രമായി നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, ജെറിക്ക് ഈ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ നോബിയുടെ ക്യാരക്ടറും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിനിമ എല്ലാവരും പോയി കാണണം. കാരണം വെച്ചാൽ ജെറിയുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സുകളുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ട്. കാരണം ആക്ടിങ്ങിൽ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ റീക്രിയേഷൻ ഓഫ് ആക്ടിങ് ആണ്. അപ്പൊ നമ്മൾ തോന്നുന്നു നമ്മളെ ഈ ലൈഫ് നമ്മള് ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ ഞാൻ പോകേണ്ട വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ക്രൈസിസിലൂടെയും എന്നാൽ വളരെ മേക്ക് ബിലീഫ് ചെയ്യുന്ന ഒരുപാട് ഫൺ മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പടം കാണണം. കണ്ടിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ഭയങ്കര ഹൈലി ടാലന്റുള്ള ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സിനിമ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ സെൽ വാല്യൂ. ദയവേത് നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ ഇത് സെൽ വാല്യൂ ആണോ, നിങ്ങളുടെ റിലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് പടത്തിന്റെ അഭിപ്രായം പറഞ്ഞു ഇതിന്റെ ഒരു നല്ല ഓപ്പൺ ഡിസ്കഷൻ വരട്ടെ. ഇതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യൂ പ്ലീസ്.
അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. ദയവേത് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. താങ്ക് യു.